പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. പലരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കാം. ചിലരെങ്കിലും നിശ്ചയമായിട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹമുള്ളവരുണ്ട് എന്ന് അവരുടെ ഫോൺ വിളിയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്ന ഇതേ സന്ദേശം ഞാൻ ഹിന്ദിയിലും അയക്കുന്നുണ്ട്. ഹിന്ദിയിൽ റെക്കോർഡിങ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ മലയാളത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് നമ്മുടെ ദൈവിക രക്ഷയെക്കുറിച്ചുള്ള വളരെ കർത്താവ് പഠിപ്പിച്ചതായിരിക്കുന്ന വളരെ ഗഹനമായ ഒരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുക. അതിന് ആധാരമായിട്ട് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളെ ഞാൻ വായിക്കുക. ആദ്യം മത്തായി 16-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്തു മറുവില കൊടുക്കും? മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. വളരെ ഗഹനമായൊരു കാര്യം ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക. എന്നാ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കർത്താവിനെ അനുഗമിക്കുന്നവൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം കർത്താവ് ഇവിടെ വളരെ വിശദമായിട്ട് പറയുകയാണ്. എന്താ പറഞ്ഞത്? ഒരിക്കലും ഞാൻ പറയാം. 24-ാം വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ആരോട് പറഞ്ഞതാ? ശിഷ്യന്മാരോട്. അപ്പം നമ്മൾ ഒന്ന് കർത്താവിനെ അനുഗമിക്കുന്നത് ആരാ? ശിഷ്യന്മാരാ. കർത്താവ് ഇവരെ അയച്ചതെന്തിനു വേണ്ടിയിട്ടാ? ശിഷ്യരാക്കാൻ വേണ്ടിയിട്ടാ, അല്ലേ? നമ്മൾ പിന്നെ മത്തായി 28-19 വായിക്കുന്നത്, നിങ്ങൾ പോയി സകല ജാതികളോടും സുവിശേഷം പറഞ്ഞ് അവരെ ശിഷ്യരാക്കാനാണ് പറഞ്ഞത്. അവരെ ശിഷ്യരാക്കുക. അപ്പോൾ ഇവിടെയും ഈ സന്ദേശം ശിഷ്യന്മാർക്കുള്ള സന്ദേശമാണ്. അപ്പോൾ ശിഷ്യൻ എങ്ങനെയായിരിക്കണം? ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ, യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് വിളിച്ചത് തന്നെ ക്രിസ്ത്യാനികളെയാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായിരുന്ന. അപ്പോൾ ഇവിടെ ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാനൊരു യഥാർത്ഥ ശിഷ്യനായിരിക്കും. ഞാനൊരു യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ അവനിൽ ഈ യോഗ്യത ഉണ്ടായിരിക്കണം. എന്താ യോഗ്യത? വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. അവൻ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ. കണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ എന്ത് ചെയ്യണം? ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തന്നെത്താൻ ത്യജിക്കണം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വയത്തെ ത്യജിക്കണം. തന്നെത്താൻ ത്യജിക്കണം, തൻ്റെ ക്രൂശ് എടുക്കണം, പിന്നെ അനുഗമിക്കണം. അപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത്, കർത്താവിൻ്റെ ക്രൂശ് എടുക്കണ്ട കേട്ടോ, തൻ്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. നോക്കണേ. അപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ ചെല്ലണമെങ്കിൽ ജീവനെ കളയുന്ന കാര്യമാണ്. നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണനെ, ദേഹിയെ. ആ ശബ്ദം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവനെ കർത്താവിന് വേണ്ടി കളയുവാൻ തയ്യാറാകണം. കർത്താവിന് വേണ്ടി കളയുക എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതൊന്നുകൂടെ ഒന്ന് വിശദമാക്കാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്യം ഞാൻ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിങ്ങൾക്ക് വായിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം. അതിനകത്ത് ഒന്നുകൂടെ വിശദമായിട്ട് അതെങ്ങനെയാണ് നമ്മൾ കർത്താവിന് വേണ്ടി ജീവനെ കൊടുക്കുന്നേ, അത് മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കൂ. മർക്കോസ് 8-ന്റെ 35.
ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്നിട്ട് പറയാണ്, ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം, ഉണ്ടോ, എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. അപ്പോൾ നമ്മൾ തൻ്റെ ജീവനെ കളയണം. എന്തിനു വേണ്ടി? സുവിശേഷത്തിന് വേണ്ടി. എൻ്റെയും എന്ന് പറഞ്ഞാൽ, സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? കർത്താവായ യേശു ക്രിസ്തുവാ. 2 തിമോത്തി 2:8 നമുക്കത് വായിക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇതൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾക്കറിയാം, കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. അപ്പോൾ എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവാ. അപ്പോൾ ആ യേശു ക്രിസ്തുവിന് വേണ്ടി, അപ്പോൾ നമുക്കറിയാം എവിടെയാ നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നത്, പ്രതികൂലം ഉണ്ടാകുന്നത്. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞിട്ട് നമ്മൾ നടന്നാലൊന്നും ആർക്കും യാതൊരു വിരോധം ഉണ്ടായില്ല. നമ്മൾ ഈ സുവിശേഷം പറയുമ്പോഴാണ് പ്രയാസവും പ്രതികൂലവും ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മുടെ പ്രാണൻ കൊടുക്കേണ്ടി വരുന്നത്. കർത്താവിനെ നമ്മൾ സുവിശേഷിക്കുന്നില്ല എങ്കിൽ അവർക്ക് ഒരു പ്രതികൂലവും ഇല്ല. ഇന്ന് എത്രയോ വിശ്വാസികൾ ആരോടും സുവിശേഷം പറയത്തില്ല. അവർക്കൊരു പ്രതികൂലമില്ലല്ലോ. അവരെ കുറിച്ച് ആൾക്കാർ നല്ലതേ പറയുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ സുവിശേഷം പറയുന്ന വ്യക്തികളെ കുറിച്ച് ആൾക്കാർ എന്തെല്ലാം ദൂഷ്യങ്ങളാണ് പറയുന്നത്. അവരെ കടിച്ചു കീറി തിന്നാനുള്ള ദേഷ്യമാണ്. കാരണം സുവിശേഷം പറയുമ്പോഴേ ഉള്ളൂ ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. കാരണം വിശ്വാസം എവിടുന്നാണ് ഉണ്ടാകുന്നത്? വചനത്തിൻ്റെ കേൾവിയാൽ. അപ്പോൾ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ഒരുവൻ വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിളിച്ചപേക്ഷിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും? ആരും അയക്കാതെ ആര് പ്രസംഗിക്കും? അപ്പോൾ നീ രക്ഷിക്കപ്പെട്ട ഒരുവനാണെങ്കിൽ നിന്നെ കർത്താവ് ലോകത്തിലേക്ക് ഈ ജീവന്റെ വചനം പ്രഘോഷിക്കുവാൻ അയച്ചതാണെന്നുള്ളൊരു ബോധം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കണം. ദൈവം നമ്മളെ രക്ഷിച്ചത്, നമ്മളെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലാക്കിയത് നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം പറയാനാ ദൈവമക്കളെ. എത്ര പേര് ഈ സത്യം മനസ്സിലാക്കി? എത്ര പേര് മറ്റുള്ളവരോട് ഇത് പറയുന്നുണ്ട്? നമ്മളിത് പറയാതിരിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ നമ്മൾ രക്ഷിക്കുക. അപ്പോൾ ഒരുവൻ ഇവിടെ പറയുകയാണ്, അപ്പോൾ ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. നോക്കണം, അപ്പോൾ എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. നോക്കണേ, അല്ല തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ അതിനെ കളയും. എന്ന് വെച്ചാൽ എനിക്ക് ആരുടെയും യാതൊരു ദൂഷണവും കേൾക്കാൻ പറ്റിയല്ല. ഞാൻ വലിയ ആൾ ഡീസൻ്റാണ്. എന്നെക്കുറിച്ച് ആരും അപവാദങ്ങൾ പറയാൻ പാടില്ല, ആരും ദുഷിക്കാൻ പാടില്ല. ഞാൻ മിടുക്കനായിട്ട് ഇങ്ങനെ ജീവിച്ചോളാം. ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, അവരുടെ പ്രാണനെ കളയുകയാണ്. നമ്മുടെ പ്രാണനെ നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി നേടണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി അതിനെ കളയുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ നമ്മൾ കളയുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമുക്ക് നിത്യതയിൽ നമ്മുടെ പ്രാണന്റെ രക്ഷ നഷ്ടമായിട്ട് പ്രതിഫലം ഒന്നും ലഭിക്കാത്ത ലജ്ജിതനായ ഒരു വ്യക്തിയായി മാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വിഷയം വളരെ ഗൗരവമായി മനസ്സിലാക്കണം, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ കർത്താവ് പഠിപ്പിച്ച ആ സത്യം ഈവൻ ശിഷ്യന്മാർ പഠിപ്പിച്ചതിലേക്കും ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്കും ഒക്കെ നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ വരാൻ പറ്റില്ല, അടുത്ത ക്ലാസ്സിൽ വരും. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് എൻ്റെ പ്രാണനെയും അപ്രിയമായി കണ്ടുകൊണ്ട് തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് ഇന്ന് കർത്താവിനെ അനുഗമിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, എനിക്ക് ഇത്രയൊക്കെ മതി, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ഈ നരകത്തിൽ പോയല്ല, ഇനി എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല എന്ന് പറഞ്ഞ് ചിന്താഗതിയിൽ ജീവിക്കുന്ന അനേക വിശുദ്ധന്മാരുണ്ട്. അവർ വാസ്തവത്തിൽ വലിയ ചതിയിലാണ്. നമ്മളെ കർത്താവ് വിളിച്ചത് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവനെ നൽകുവാൻ വേണ്ടിയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു. ആ കർത്താവിന് വേണ്ടി നമ്മൾ ജീവൻ കൊടുത്തെന്ന് പറഞ്ഞാലും അതൊരു വലിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഇന്ന് ഈ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവനെ നമ്മൾ നൽകിയോ? നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടി? ഇനി ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നുണ്ടോ? എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു എന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ? കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നില്ല എങ്കിൽ, കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുന്നില്ല എങ്കിൽ, നമ്മൾ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, അവര് ദൈവത്തിൻ്റെ വിളിയുടെ ദൈവിക ഉദ്ദേശത്തിൽ നിന്നൊക്കെ വളരെ ദൂരെയാണ്. അവരെ പ്രാണനെ രക്ഷിക്കുക. അപ്പോൾ ആ വാക്യം വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ 25-ാമത്തെ വാക്യം, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം. മർക്കോസിൽ വായിച്ചത് എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം. എൻ്റെയും സുവിശേഷത്തിൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അവനാണ് ആ പ്രാണനെ, ആ ദേഹിയെ, അവൻ്റെ ജീവനെ രക്ഷിക്കുന്നത്. എന്നിട്ട് കർത്താവ് ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവന് വീണ്ടെടുക്കുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? വലിയൊരു ചോദ്യമല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ ഈ ലഭിച്ച ഈ ജീവൻ നമുക്ക് ലോകത്തെ നേടുവാൻ വേണ്ടിയിട്ടും ലോകത്തിൻ്റെ പിന്നാലെ ഓടുകയാണെങ്കിൽ അയ്യോ, ദൈവത്തിന് എന്ത് ദുഃഖമായിരിക്കും. പ്രിയമുള്ളവരെ, ഈ കാണുന്നതെല്ലാം നശിച്ചു പോകുന്നതാണ്, ഇല്ലാതാകുന്നതാണ്. ഇതിന് പിന്നാലെ പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചേ. നമ്മൾ നിത്യം നിലനിൽക്കുന്നവയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്, നിത്യതയിലേക്കുള്ള കാര്യങ്ങളെ നേടുവാൻ വേണ്ടിയിട്ടാണ്. ഈ ചെറിയൊരു ആയുസ് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വലിയ കൊയ്ത്ത് കൊയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുള്ള പ്രകാശനമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ആ പ്രകാശനം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വചനങ്ങൾ ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവിൽ തന്നെ അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കി നമ്മൾ കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ പ്രതിഫലം. ഞാനിത് നമ്മുടെ ദേഹീ ജീവനെ നഷ്ടമാക്കുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ന് പലർക്കും അത് മനസ്സിലായില്ല. അതിൻ്റെ തന്നെ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മളതിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ 21 മുതൽ ഒന്ന് വായിക്കാം. 21 മുതൽ 23 വരെയാണ് വായിക്കാം. അവിടെ വായിക്കുന്നത് എന്താണ്? അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് സാഹസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടു പോ, നീ എനിക്കിടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. കണ്ടോ, എത്ര അത്ഭുതാവഹമായ കാര്യം അറിയുള്ളവരെ. അപ്പം ഇവിടെ അന്ന് മുതൽ എന്നൊരു പ്രയോഗം. എന്ന് മുതലാ? എന്ന് ശിഷ്യന്മാർക്ക് കർത്താവ് സാക്ഷാൽ മസിഹ ക്രിസ്തു ആണെന്നുള്ള ആ വെളിപ്പാട് കിട്ടിയോ? അന്ന് മുതൽ. അതിൻ്റെ സംഭവങ്ങൾ അതിന് പുറകിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം. ഞാൻ അതോടെ ഒന്ന് പെട്ടെന്ന് വായിച്ചു വിടാൻ വേണമെങ്കിൽ നമുക്കറിയാം. പിന്നെ അതിൻ്റെ 13 മുതൽ 16, മത്തായി 16-ാം അധ്യായം 13 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ലോകക്കാർ പറഞ്ഞ കാര്യമാണ്. ഉടനെ കർത്താവ് ചോദിച്ചു, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, നീ ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറയോന ശിമോനെ എന്ന് പറഞ്ഞാൽ ശിമോന്റെ മകൻ, ബറയോന ശിമോനെ, യോനായുടെ മകനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. അപ്പോൾ ഈ വെളിപ്പാട് കിട്ടിയതിന് ശേഷം ആണ് കർത്താവ് എൻ്റെ മരണത്തെക്കുറിച്ച്, എന്നിട്ട് അവരോട് പ്രത്യേകം എടുത്തു പറഞ്ഞു അതിൻ്റെ 20-ാം വാക്യത്തിൽ, പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കണ്ടോ, അത് ശിഷ്യന്മാർക്ക് മാത്രം കിട്ടിയ വെളിപ്പാടാണ്. താൻ ക്രിസ്തു ആണെന്നുള്ള ഈ വെളിപ്പാട് ശിഷ്യന്മാർക്ക് മാത്രം പിതാവ് കൊടുത്ത ആ സമയം. അപ്പോൾ ഇവിടെ പത്രോസിന്
ഇത്ര വിലയേറിയ ഒരു വെളിപ്പാട് പിതാവായ ദൈവം കൊടുത്തു. ആ കൊടുത്ത് പത്രോസിനെ കർത്താവ് പ്രശംസിക്കുകയും ചെയ്തു. നീ ഭാഗ്യവാനാ, പിതാവാ നിനക്കിത് വെളിപ്പെടുത്തുന്നേ. ഇങ്ങനെയൊരു പ്രശംസാപത്രമൊക്കെ മേടിച്ച് പുള്ളി ഒരു സ്വല്പം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് അന്ന് മുതൽ യെരുശലേമിൽ പോയി തൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ പറയുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് എവിടെയെല്ലാം മരണത്തെക്കുറിച്ച് പറഞ്ഞോ അവിടെ മരണം കൊണ്ട് തീർന്നില്ല. കർത്താവ് ആ പറഞ്ഞിടത്തെല്ലാം തൻ്റെ 3-ാം ദിവസത്തെ ഉയർപ്പിനെ കുറിച്ചും കൂടി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഇവിടെ കർത്താവ് എന്താ പറഞ്ഞേ? അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ മത്തായി 16:21 വാക്യം, അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും അവിടെ കൊണ്ട് നിർത്തില്ല, കൊല്ലപ്പെടുമെന്നല്ല പറഞ്ഞേ, കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ച് തുടങ്ങി. അവിടെ വെച്ച് തുടങ്ങി. തനിക്ക് തൻ്റെ ഭാവിയിൽ നടക്കാൻ പോകുന്ന തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. താൻ ഈ ലോകത്തിൽ എന്തിനാ വന്നേ? താൻ ഈ ലോകത്തിൽ വന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മർക്കോസിന് ശേഷം 10-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, മർക്കോസ് 10:45, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലിയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പം നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലിയായി കൊടുക്കാനാണ് കർത്താവ് വന്നത്. എന്ന് വെച്ചാൽ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കാനായിട്ട് ജനിച്ചവൻ. ഈ ലോകത്തിലെല്ലാവരും ജീവിക്കാൻ വേണ്ടി ജനിച്ചപ്പോൾ ഈ ലോകത്തിൽ ഒരുവൻ മാത്രം നമുക്കെല്ലാവർക്കും ആദാമ്യ സന്തതിക്ക് വേണ്ടി മരിക്കാനായി ജനിച്ചവൻ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കൃത്യതയോടുകൂടി ഞാൻ എവിടെ മരിക്കും, എങ്ങനെ മരിക്കും, ആരാൽ ഞാൻ കൊല്ലപ്പെടും, എന്നിട്ട് മരിച്ച ശേഷം എന്ത് സംഭവിക്കും, എല്ലാ കാര്യങ്ങളും മുന്നമേ ശിഷ്യന്മാരോട് താൻ പറഞ്ഞു. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, കർത്താവ് ഈ കാര്യം ആവർത്തിച്ച് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ആ പറയുന്നിടത്തെല്ലാം, തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ഇടത്തെല്ലായിടത്തും കർത്താവ് തൻ്റെ ഉയർപ്പിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എത്ര വിലപ്പെട്ട കാര്യമാണ്. ഇതൊന്നും ശിഷ്യന്മാർ മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കാനേ. കാരണം അവർക്ക് അവിടെ ബുദ്ധിയിൽ മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇതേ മത്തായി അതിൻ്റെ 17-ാം അധ്യായം അതിൻ്റെ 22-ഉം 23-ഉം വാക്യം വായിക്കുമ്പോഴത്തേക്കും അവിടെ വായിക്കുന്നത്, അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാറായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഏറ്റവും ദുഃഖിച്ചു. നോക്കണം, അപ്പോൾ അവിടെ വീണ്ടും 2-ാമത്തെ പ്രാവശ്യം വീണ്ടും ശിഷ്യന്മാരോട് പറയുകയാണ്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും, എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. കണ്ടോ, 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യം അവിടെ വായിക്കുന്നത്, അതിൻ്റെ 18 മുതൽ വായിക്കാം. നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. കണ്ടോ, എത്ര കൃത്യതയോടുകൂടിയാണ് കർത്താവ് ഈ കാര്യങ്ങൾ തുടർമാനമായിട്ട് പറയുന്നത് നമ്മൾ ചിന്തിച്ചേ. അതിൻ്റെ 26-ന്റെ 31-32 വാക്കുകൾ വായിക്കപ്പെടും. തൻ്റെ ഉയർപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്ന വിഷയമൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നൊരു സാരം, പ്രിയമുള്ളവരെ, കർത്താവ് ഈ വിഷയങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ ഉടനെ അവിടെ സംഭവിച്ചെന്നാ അറിയോ? പത്രോസ് ഒരു കാര്യം ചെയ്തു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ 22-ാം വാക്യം, മത്തായി 16-ാം അധ്യായം 22-ാം വാക്യം, പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. കണ്ടോ, നോക്കണമേ. അപ്പോൾ കർത്താവ്
പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈ ലോകത്തിൽ വന്ന് നമ്മുടെ പാവങ്ങൾ ക്രൂശിൽ മരിക്കണം എന്നുള്ളത് പിതാവിൻ്റെ ഹിതമായിരുന്നു. എന്നാൽ ഇവിടെ പത്രോസ് പറയുകയാണ്, കർത്താവേ അതരുത്. നോക്കണേ, ഉടനെ കർത്താവ് എന്താണ് പ്രതികരിച്ചെന്നറിയാമോ? അതിൻ്റെ 23-ാം വാക്യം. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ എത്രയെ കരുതുന്നത് എന്ന് പറഞ്ഞു. ഓ, അതാ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണ്ടേ. അപ്പോൾ ഇത് പത്രോസ് പറഞ്ഞത് നമുക്കൊരു രീതിയിൽ ചിന്തിക്കാം. മാനുഷികമായിട്ട് മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു സഹതാപം കാണിക്കുകയായിരുന്നു എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അതിന് പിന്നിൽ പിശാചായിരുന്നു. അത് കർത്താവിനെ കാണാൻ കഴിഞ്ഞു, കർത്താവിനെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പലപ്പോഴും നമ്മുടെ മാനുഷികമായിരിക്കുന്ന സഹതാപത്തിന് പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പിശാച. നമ്മൾ പലപ്പോഴും പലർക്ക് വേണ്ടിയിട്ടും സഹതാപം തോന്നി പലതും ചെയ്യുന്നില്ലേ? നമ്മൾ വിചാരിക്കുന്നത് ഞാൻ നല്ല കാര്യം ചെയ്യുന്നതല്ലേ? എന്നാൽ അത് നല്ല കാര്യമല്ല പ്രിയമുള്ളവരെ. അതിൻ്റെ പിന്നിൽ ഒരു കറുത്ത കരമുണ്ട്. അതിൻ്റെ പിന്നിൽ ദുഷ്ടനായൊരു പിശാചുണ്ട്. നമ്മൾ പല നല്ല കാര്യങ്ങളും ചെയ്തേച്ചതും ഇതിനെല്ലാം എനിക്ക് നിത്യ പ്രതിഫലം ലഭിക്കുന്നൊക്കെ പറഞ്ഞ് കണക്ക് കൂട്ടി നമ്മൾ ജീവിക്കുക. ഒന്നുമില്ല. അതെല്ലാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുഴുവനും ദുഷ്ടനായ പിശാചായിരുന്നു. നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ അനേകരും മറ്റുള്ളവരോട് അവരുടെ ദുഃഖാവസ്ഥയിൽ, അവരുടെ ദരിദ്രാവസ്ഥയിൽ, അവരുടെ ദീനാവസ്ഥയിൽ പലപ്പോഴും ചെയ്യുന്നത് ആത്മപ്രേരണയാലല്ല, പരിശുദ്ധാത്മാവിലൂടെ അല്ല, അവരുടെ സ്വയത്തിൽ നിന്നാണ്. അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ നീതിമാന്മാരാണെന്ന് കാണിക്കുവാൻ, മറ്റുള്ളവരിൽ നിന്നും പ്രശംസ പറ്റുവാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുക. ഈ നമ്മൾ നമ്മുടെ സ്വയത്തിൽ നിന്നാണോ അതോ ദൈവാത്മപ്രേരിതമാണോ ഒരു കാര്യം ചെയ്യുന്നതെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അല്ലെ, ഇതൊക്കെ നമ്മളൊന്ന് അറിയണ്ടേ? അതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നതെല്ലാം ദൈവ കോപത്തെ മാത്രം വിളിച്ചു വരുത്തുന്നവയായിരിക്കും. കാരണം അതിൻ്റെയൊക്കെ പിന്നിൽ നമുക്കൊരു ചെറിയ ക്രെഡിറ്റ് ഉണ്ട്, അല്ലേ? ഇപ്പം നമുക്കറിയാം, ചിലർ കസേര മേടിച്ച് കൂട്ടായ്മയിൽ ഇരിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമേലൊക്കെ ആരാണ് അത് കൊടുത്തതെന്നുള്ള എഴുതി വെച്ചിരിക്കും. ഫാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കും. ഒരു പ്രശംസ, മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രശംസ. അതിനുവേണ്ടി പലരും പലതും ചെയ്യും. അത് അവർ സ്വയം ചെയ്യുന്നതാണ്. അതിനൊന്നും നിത്യത്തിൽ പ്രതിഫലമില്ല പ്രിയമുള്ളവരെ. അതിനൊക്കെ ഇവിടെ പ്രതിഫലം കിട്ടി അവർക്ക്. അപ്പോൾ നമ്മൾ പലതും ചെയ്ത് കൂട്ടുന്നത് പലപ്പോഴും മനുഷ്യര് നമ്മൾ വലിയ നീതിമാന്മാരാണ്, നല്ല ആൾക്കാരാണ്, സൽസ്വഭാവികളാണ് എന്നുള്ളത് മറ്റുള്ളവർ കണ്ടിട്ട് അവരുടെ മുമ്പിൽ എനിക്കൊരു ബഹുമാനം കിട്ടണം, അവരെന്നെ ഒരു ഭക്തരായിട്ട് കാണണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നും സ്വയത്തിൽ നിന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവർക്ക് നല്ല ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ആരൊക്കെങ്കിലും നമ്മളൊരു 1000 രൂപയോ 10000 രൂപ സഹായിച്ചു, അവർക്ക് എപ്പോഴും അത് ഓർമ്മയാണ്. കാരണം അത് ദൈവാത്മപ്രേരിതമായിരുന്നില്ല. ദൈവാത്മപ്രേരിതമായിരുന്നെങ്കിൽ അവർ അന്നേരം തന്നെ മറക്കും. അവർക്കതൊന്നും ഓർത്തിരിക്കാനായിട്ട് പറ്റിയില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അത് കൊടുത്തു, അത് തീർന്നു അവിടെ. എന്നാൽ നമ്മൾ സ്വയത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ, ഞാൻ അവൻ അന്ന് 10000 രൂപ കൊടുത്തതാ, എന്നിട്ടും അവൻ എന്നോട് ഇങ്ങനെ പെരുമാറി, അത് 1000 പേരോട് പറയും. അപ്പം നമ്മൾ അതൊക്കെ ചെയ്തത് മറ്റുള്ളവരും ഇയാൾ ഒരു നല്ല മനുഷ്യനാണല്ലോ, ഇത്രയും വലിയ ഇതൊക്കെ അദ്ദേഹത്തെ സഹായിച്ചതല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ പ്രിയമുള്ളവരെ, ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ സ്വയത്തിൽ നിന്നാണ്, നമ്മുടെ പ്രാണനിൽ നിന്നാണ്. കാര്യം നല്ല കാര്യമാണ്, പക്ഷെ അതിനൊന്നും നിത്യത്തിൽ പ്രതിഫലമില്ല. അപ്പം ഇവിടെ പത്രോസ് പറഞ്ഞത് ഒരു രീതിയിലും മറ്റുള്ളവരുടെയൊക്കെ നോട്ടത്തിൽ ഒരു ശിഷ്യന് ഒരു ഗുരുവിനെ സാന്ത്വനപ്പെടുത്തുക എന്നുള്ളൊരു കർത്തവ്യമുണ്ടല്ലോ, അദ്ദേഹം അതല്ലേ നിവർത്തിച്ചത്. എന്നിട്ടും കർത്താവ് അവനെ കയറി, പിശാചേ, സാത്താനെ, എന്താണ് പറഞ്ഞേ? സാത്താനെ, എന്നെ വിട്ടു പോ. ഈ പ്രയോഗം ബൈബിളിൽ ആകപ്പാടെ 2 സ്ഥലത്തേ ഉള്ളൂ. ഒന്ന്, കർത്താവിനെ പിശാച് പരീക്ഷിച്ചപ്പോൾ ഈ ലോകത്തിലുള്ളതെല്ലാം കാണിച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, നീ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തന്നേക്കാന്ന് പറഞ്ഞു. അവിടെ മത്തായി 4-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്
അവിടെ കർത്താവ് പറഞ്ഞു, സാത്താനെ നീ എന്നെ വിട്ടു പോ. അപ്പോൾ അവൻ പോയി. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 2 സ്ഥലത്ത് മാത്രം. അപ്പോൾ ഇവിടെ ഈ പത്രോസിലൂടെ അവിടെ ആ സമയത്ത് പ്രവർത്തിച്ചത് പിശാചായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. കണ്ടോ, ഇവിടെ ദൈവത്തിൻ്റേത് കരുതുക. ദൈവം എന്ത് ആഗ്രഹിക്കുന്നു അതാണ് നാം ചെയ്യേണ്ടത്. ആ നിലയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാ നമ്മൾ പരിശോധിക്കണ്ടേ. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രാണനെ പോലും അപ്രിയമായി കാണണം. അപ്പൊ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഈ സ്ഥലത്ത് 1 നീ 16-24 നീ ത്യജിക്കണം, 2 നീ ജീവനെ കളയണം 25, 3 ജീവനെ കളയുക എന്ന് പറഞ്ഞാൽ മരണത്തിന് ഏൽപ്പിക്കുക, 3 പിൻപറ്റുക മേരേപ്പിച്ച് എന്ന് പറഞ്ഞാൽ 24 തന്നെ പിൻപറ്റുക. എന്നെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ, പിൻപറ്റുവാൻ ആഗ്രഹിച്ചാൽ, ഇവളൊരു നമുക്ക് തന്നെത്താൻ ത്യജിക്കണം, തൻ്റെ ക്രൂശ് എടുക്കണം. ഇതില്ലാതെ നമ്മൾക്ക് കർത്താവിനെ അനുഗമിക്കുവാൻ പറ്റുമെന്ന് ആരെങ്കിലും ചിന്തിച്ചെങ്കിൽ അവർക്കൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരാൻ പറ്റിയല്ല. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അല്ല, ഒരു വീണ്ടും ജനിച്ച ഒരു ക്രിസ്ത്യാനി അല്ല. പക്ഷെ ഇന്നെല്ലാം ആകെപ്പാടെ തകടം പറഞ്ഞ് കിടക്കുക. നമ്മൾ ചിന്തിക്കണം, ഞാൻ യഥാർത്ഥമായും ദൈവവിളി കേട്ട് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണോ? ഞാനിത് ആ കർത്താവിനെ തന്നെ അനുഗമിക്കുന്നുണ്ടോ? ഇന്നെനിക്ക് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ സാക്ഷ്യമുണ്ടോ? ഇത് നമ്മൾ വിലയിരുത്തണം പ്രിയമുള്ളവരെ. ഇന്ന് അനേക രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും അവരുടെ വിളിയെക്കുറിച്ചൊരു ബോധ്യമില്ല. അവരാരെയാണ് അനുഗമിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അനേകരും ലോകത്തിന് പിന്നാലെ ഓടുക, ലോകത്തെ നേടുവാൻ വേണ്ടി ഓടുക, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. എത്ര ദുഃഖകരമാണ്. ഇതൊന്നും യഥാർത്ഥ ക്രിസ്തീയ ജീവിതമല്ല. ഇന്ന് നമ്മൾ സഭകളെ, സംഘടനകളെ, മതങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം സത്യത്തെ വിട്ടു. അവരുടേതായ വഴികളിൽ അവരുടെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ ഒരു സുഖലോലുപതിക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ബഹുമാനങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും ഓടുകയാണ്. എന്നിട്ട് പറയും, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ വിശ്വാസിയാണ്. എത്രയോ ദുഃഖകരമായ അവസ്ഥയാണ്. നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മുടെ കർത്താവ് വരുന്നു. നമ്മളതിൻ്റെ 27-ാം വാക്യത്തിൽ വായിച്ചല്ലോ. എന്താണ്? മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. നമ്മുടെ പ്രവൃത്തി ഏത് നിലയിലുള്ളതായിരുന്നു? ഞാൻ യഥാർത്ഥത്തിൽ ചെയ്ത കാര്യങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയായിരുന്നോ, അതോ എൻ്റെ സ്വയം പ്രശംസയ്ക്ക് വേണ്ടിയായിരുന്നോ, എൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നോ, എൻ്റെ മാനത്തിന് വേണ്ടിയായിരുന്നോ? അത് നമ്മൾ പരിശോധിക്കണം ദൈവമക്കളെ, വളരെ. അപ്പോൾ നമ്മുടെ ദേഹി രക്ഷ, നമ്മുടെ പ്രാണന്റെ രക്ഷ, നമ്മുടെ സോളിൻ്റെ രക്ഷ, ജീവന്റെ രക്ഷ എങ്ങനെയാണ് കഴിയുന്നത്? കർത്താവിനും സുവിശേഷത്തിനും വേണ്ടി നൽകുവാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവിനും സുവിശേഷത്തിനും വേണ്ടി നമ്മുടെ പ്രാണനെ നൽകാത്ത, വിട്ടുകൊടുക്കാത്ത, കളയാത്ത ഒരു വ്യക്തിക്ക് ഈ പ്രാണനെ നേടാൻ കഴിയില്ല നിത്യതയ്ക്ക് വേണ്ടി. ഈ ഒരു ചെറിയൊരു ശബ്ദം, ഇത് നമ്മൾ വളരെ വിശാലമായിട്ട് പഠിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പുകൾ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. ഇത് നമ്മുടെ ദേഹീ ജീവന്റെ രക്ഷയുടെ ആരംഭ സമയങ്ങൾ തന്നെയാണ്. ഇത് തന്നെ മനസ്സിലാക്കാൻ പലർക്കും വിഷമം ഉണ്ടായിട്ടുണ്ടാകും. ദൈവമക്കളെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഇന്ന് അനേകരും പേര് കൊണ്ട് ക്രിസ്ത്യാനിയാണ്. നമ്മൾ നാട്ടിൽ പറയില്ലേ, നെയ്യപ്പം, നെയ്യുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എണ്ണയപ്പം എന്ന് പറഞ്ഞതാ ശരി എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ അവർ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുക. ഒരുപാട് കാര്യങ്ങളിൽ, ലോകപരമായ കാര്യങ്ങളിലാണ് അഭിമാനിക്കുന്നത്. ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം എനിക്ക് ജോലി കിട്ടി, എനിക്ക് പണമുണ്ടായി, എവിടെ ഉണ്ടായി, ലോകത്തെയാണ് കാണിക്കുന്നത്. അവരാരെയാണ് കുമ്പിട്ടത്, ആരെയാണ് ആരാധിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. എനിവേ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നമുക്ക് വിളി ലഭിച്ചവരാണെങ്കിൽ, നമ്മൾ കർത്താവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ആ വാക്യം ഞാൻ ഒരിക്കലും ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. അതിൻ്റെ 24-ാം വാക്യം യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്,
ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. തൻ്റെ ക്രൂശ് എടുക്കണം. ഇത് കഷ്ടാനുഭവത്തെക്കുറിച്ചല്ല കേട്ടോ. ഇത് നമ്മെ നീക്കിക്കളയുവാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തെ നീക്കിക്കളയുവാൻ ക്രിസ്തു ക്രൂശിൽ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ ആക്കി തീർക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും പറയാതെ, ചിലർ വിചാരിക്കുന്നത് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം സഹിക്കുക എന്നുള്ളതാണ് ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയല്ല, കഷ്ടം സഹിക്കുന്നതിനെ കുറിച്ചല്ല. പിന്നെ എന്താണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ? ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ ചെയ്തതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ബാധകമാക്കുക, അതിനെ സ്വീകരിക്കുക, അതിനെ കൊണ്ടുവരിക. ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ വിശദമായി പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദേഹീജീവൻ്റെ, നമ്മുടെ പ്രാണന്റെ, നമ്മുടെ ജീവന്റെ, സോളിൻ്റെ രക്ഷ എന്നുള്ളത് വളരെ വിലപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ. ആ രക്ഷ നമ്മൾ ശരിയായ നിലയിൽ ഈ പീരീഡിൽ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നേടിയില്ലെങ്കിൽ നിത്യതയിൽ നമ്മൾ വെറും 0 മാത്രമായിരിക്കും. ഒന്നും ലഭിക്കത്തില്ല. അവർ ജയാളികളായി മാറത്തില്ല. അവർ നരകത്തിലേക്ക് പോകുന്നില്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അവരൊരിക്കലും നരകത്തിൽ പോകത്തില്ല. എന്നാൽ അവർക്ക് അവർ ലജ്ജിതരായിരിക്കും. വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ഈ കാര്യം വളരെ നന്നായിട്ട്, ഇതെനിക്ക് മണിക്കൂറുകൾ എടുത്താലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് സമയത്തിൻ്റെ ഒരു പരിധിയുണ്ടല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ ഇതിന് പ്രായോഗിക ജീവിതത്തിൽ അത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ ഞാൻ വിശദമാക്കി തരാം. ദൈവം നിങ്ങളെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാനും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റി ജയാളികളായി ജീവിച്ച് കർത്താവിൻ്റെ വരവിൽ വലിയ പ്രതിഫലങ്ങൾ പ്രാപിക്കുവാൻ, നല്ലവനും വിശ്വസ്തനെന്നുള്ള ആ വിളി കേൾക്കുവാൻ, കർത്താവിനാൽ ആദരിക്കപ്പെടുവാൻ, ആ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുവാൻ കർത്താവ് ഓരോ വിശുദ്ധന്മാർക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.